എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ മുൻഗാമിയായ യോഹന്നാൻ സ്നാപകനെയും യേശുക്രിസ്തുവിനെ തന്നെയും ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റായി വിധിച്ച് തള്ളിക്കളഞ്ഞ ഇസ്രയേൽ സമൂഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നു. എന്നാൽ ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്ന് 16-ാം വാക്യത്തിൽ കർത്താവ് പറയുമ്പോൾ ഈ തലമുറ എന്നത് യേശുക്രിസ്തുവിന്റെയും സ്നാപക യോഹന്നാന്റെയും ശുശ്രൂഷ സമയത്ത് ജീവിച്ചിരുന്ന യഹൂദരുടെ തലമുറയെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഉപമയിൽ ചന്തസ്ഥലങ്ങളിൽ ഇരിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികളെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴൽവാദ്യങ്ങൾ വായിച്ചു, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ ഒരു വിലാപം പാടി, നിങ്ങൾ വിലപിച്ചില്ല എന്ന് കാണുന്നു. ചന്തസ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ എന്ന് കർത്താവ് ഇവിടെ പറയുന്നത് ധാരാളം യഹൂദർ ഒത്തുകൂടിയ ഇടങ്ങളായ സിനഗോഗുകളും ജെറുസലേം ദേവാലയം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ ആ തലമുറയ്ക്ക് യോഹന്നാൻ സ്നാപകനെയും യേശുക്രിസ്തുവിനെയും മനസ്സിലാക്കുന്നതിലും വിലയിരുത്തുന്നതിലും തെറ്റിപ്പോയതിനെ കർത്താവ് ഇവിടെ ഉപമിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു വിലാപം പോലെ മാനസാന്തരത്തിനായി ജനത്തോട് ആഹ്വാനം ചെയ്ത യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പരുക്കൻ വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവാസത്തോടെ കഴിഞ്ഞപ്പോൾ യഹൂദർ അവന് പിശാച് ബാധയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും അവന്റെ സന്ദേശത്തെയും തള്ളിക്കളഞ്ഞുവെന്ന് 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു. അങ്ങനെ മാനസാന്തരപ്പെടുന്നതിന് പകരം അവർ യോഹന്നാൻ സ്നാപകന്റെയും ശിഷ്യന്മാരുടെയും സന്ദേശം നിരസിച്ചു. മറുവശത്ത് യേശുക്രിസ്തുവിന്റെയും അവന്റെ ശിഷ്യന്മാരുടെയും ശുശ്രൂഷയായ സുവിശേഷത്തിന്റെ സ്വഭാവം വ്യക്തവും സുഖകരവും സന്തോഷപ്രദവുമായ കുഴൽവാദ്യം പോലെ ഹൃദ്യമാണെന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. വെറുക്കപ്പെട്ട ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം യേശു ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തപ്പോൾ അവൻ തിന്നുകുടിച്ചു കഴിയുന്ന ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് ദുശാഠ്യക്കാരായ യഹൂദർ അവനെയും തള്ളിക്കളഞ്ഞു എന്ന് 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു. ശാഠ്യക്കാരും ദൈവവചനത്തിന് വഴങ്ങി മാനസാന്തരപ്പെടാത്തവരുമായ ആ യഹൂദർ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിലോ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലോ ഒന്നും തൃപ്തരായില്ല. എന്നാൽ അവർ ഇരുവരെയും കുറിച്ച് കേട്ടതും കണ്ടതുമായ എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടെത്തി. 19-ാം വാക്യത്തിൽ ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ പ്രവൃത്തികളാൽ ദൈവിക ജ്ഞാനമാണോ അവരെ നയിക്കുന്നത് എന്ന് വിലയിരുത്താൻ കഴിയുമെന്ന് വ്യക്തമാക്കുകയാണ്. ആ തലമുറയിലെ യഹൂദർ തങ്ങൾക്ക് നല്ല ജ്ഞാനമുണ്ടെന്നും വിവേചിക്കാനും വിധിക്കാനുമുള്ള കഴിവുണ്ടെന്നും സ്വയം കരുതി സ്വന്തം കഴിവിൽ അഭിമാനിക്കുന്നവരായിരുന്നു. എന്നാൽ അവരുടെ ഈ ജ്ഞാനം ഉൽപ്പാദിപ്പിച്ച പ്രവൃത്തികളൊക്കെയും തെറ്റും ദൈവവിരുദ്ധവുമായിരുന്നു. കാണുന്നതൊക്കെ ശരിയായി വിധിക്കാനുള്ള ജ്ഞാനം തങ്ങൾക്കുണ്ടെന്ന് യഹൂദന്മാർ കരുതി. എന്നാൽ അവർ തങ്ങളുടെ വിധികളിൽ തെറ്റിപ്പോയി എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ മിശിഹായുടെ മുൻഗാമിയെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. അങ്ങനെ തന്നെ മിശിഹായെയും അവന്റെ രാജ്യത്തെയും സ്വീകരിക്കുന്നതിലും അവർ പരാജയപ്പെട്ടു. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന് നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കോരസീൻ, ബത്സൈദ, കഫർനഹൂം എന്നീ നഗരങ്ങൾക്കിടയിൽ താൻ ചെയ്ത അനേകം അത്ഭുതങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ പശ്ചാത്താപമില്ലായ്മയെ യേശുക്രിസ്തു ശാസിക്കുന്നു എന്ന് നാം കാണുന്നു. സോർ, സീദോൻ, സോദോം എന്നീ വിജാതീയരും ദുഷ്ടരുമായ നഗരങ്ങൾ പോലും കൂടുതൽ മാനസാന്തരം കാണിക്കുമായിരുന്നുവെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോരിലും സീദോനിലും സംഭവിച്ചിരുന്നെങ്കിൽ അവർ ചാക്കുതുണിയിലും ചാരത്തിലും ആയി പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നുവെന്ന് കോരസീന്റെയും ബത്സൈദയുടെയും ലജ്ജയ്ക്കായി കർത്താവ് പറയുന്നതായി നാം കാണുന്നു. കഫർനഹൂമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവോ? നീ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടും. കാരണം നിന്നിൽ നടന്ന ശക്തമായ അത്ഭുത പ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ അത് ഇന്ന് വരെ നിലനിന്നേനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധി നാളിൽ സോദോമിന്റെ ദേശത്തിന് നിന്നേക്കാൾ സഹനീയമായിരിക്കും എന്ന് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി സോദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളുടെ മേൽ വരുന്നതും അവ നശിക്കുന്നതും നാം വായിക്കുന്നു. മിശിഹായുടെ വരവിൽ ഇങ്ങനെ സ്വന്തം ജനമായ ഇസ്രയേലിലേക്ക് വരുമ്പോൾ അവർ തങ്ങളുടെ ഹൃദയകാഠിന്യവും ദുശാഠ്യവും കൊണ്ട് അവനെയും അവന്റെ വചനത്തെയും തള്ളിക്കളയുകയും ജാതികളുടെ അടുത്തായിരുന്നു ക്രിസ്തു അയക്കപ്പെട്ടിരുന്നതെങ്കിൽ അവർ കർത്താവിന്റെ വാക്ക് കേൾക്കുമായിരുന്നു എന്നും
പഴയ നിയമത്തിൽ പ്രവചിക്കുന്ന കാര്യവും കർത്താവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവ്യക്ത വാക്കും കനത്ത നാവുമുള്ള ജാതിയുടെ അടുക്കലല്ല, ഇസ്രയേൽ ഗൃഹത്തിന്റെ അടുക്കലേക്ക് എത്ര നിന്നെ അയക്കുന്നത്. അവ്യക്ത വാക്കും കനത്ത നാവുമുള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രയേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല, എന്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രയേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ എന്നെഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശു സ്വർഗത്തിലുള്ള തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് എളിമയുള്ളവർക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതെന്നും സകലവും തന്നെ ഭരമേൽപ്പിച്ച പിതാവ് പുത്രനെക്കുറിച്ച് താൻ തിരഞ്ഞെടുക്കുന്നവരിൽ മാത്രം വെളിപ്പെടുത്തുന്നത് പോലെ പുത്രനും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പിതാവിനെ അറിയാനാകൂ എന്നും കർത്താവ് വ്യക്തമാക്കുന്നതും നാം കാണുന്നു. മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ പ്രാർത്ഥനയാണിത്. ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയായിരുന്നു 1-ാമത്തേത്. അത് നാം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 25-ാം വാക്യത്തിൽ ദൈവം ആരാണെന്നുള്ള സ്തുതിയും അംഗീകാരവും നൽകിക്കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന ആരംഭിക്കുന്നത്. പിതാവേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നത് നാം കാണുന്നു. തുടർന്ന് ഇത് നീ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് അവ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് കർത്താവ് പറയുമ്പോൾ ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെക്കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശമായ സുവിശേഷത്തിന്റെ ഉപദേശങ്ങളെയാണ്. ജ്ഞാനികളും വിവേകികളും എന്ന് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ മനസ്സിലാക്കാതെ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞ യഹൂദ മത നേതൃത്വത്തിലുള്ള ശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യർ എന്നിവരെയാണ്. ആ അവിശ്വാസികളായ യഹൂദർക്ക് ജഡപ്രകാരം സകല ജ്ഞാനവും വലിയ ബുദ്ധിശക്തിയും ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. കാരണം പിതാവ് ഈ കാര്യങ്ങൾ അവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ജ്ഞാനികളും ബുദ്ധിമാന്മാരും എന്ന് കപടഭക്തിക്കാരായ അവർ സ്വയം നടിക്കുമ്പോഴും ദൈവീക ജ്ഞാനം അവർക്കില്ലായിരുന്നു എന്ന് വ്യക്തമാകുന്നു. വേദങ്ങൾ അറിയാമായിരുന്നിട്ടും അവർ അത് അനുസരിച്ചില്ല. ഇവിടെ ശിശുക്കൾ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് സ്നാപക യോഹന്നാനിലേക്കും പിന്നീട് ക്രിസ്തുയേശുവിലേക്കും മാനസാന്തരത്തോടെ ഒഴുകിയെത്തിയ വേദവിദ്യാഭ്യാസമില്ലാത്തവരും അടിച്ചമർത്തപ്പെട്ടവരും ക്ഷീണിതരുമായ ജനക്കൂട്ടത്തെയാണ്. യേശയ്യാ പ്രവചനം 29-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ അകറ്റിവെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപാഠമാക്കിയ മാനുഷ കൽപ്പനയത്രേ. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു.